ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈവനിങ് ആയ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. നമുക്കതിനായിട്ടൊരു ഗെറ്റ് റെഡി ചെയ്താലോ? ഫേസ് എന്തായാലും മാഷില്ല വാഷ്. ഫംഗ്ഷന് പോകാനായിട്ട് ഞാനൊരു ഫ്ലോർ ലെങ്ത് ചുരിദാറാണ് ഇടാൻ പോകുന്നത്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നതെന്ന് പറയുമ്പോൾ റെഡും വയലറ്റും ഡബിൾ ഷെയ്ഡിലെ കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഈ കളറ് മിക്കവർക്കും സ്യൂട്ടാകുന്ന ഒരു നല്ലൊരു കളർ കോമ്പിനേഷനാണിത്. ഹെയർ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ഇടുകയാണ് ചെയ്തത്. വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തൊന്നുമില്ല. കാരണം കുഞ്ഞിനെ കൂടി എടുക്കേണ്ടതുകൊണ്ട് എനിക്ക് ഹെയറിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവൾ പിടിച്ച് വലിക്കും. അതുകൊണ്ട് ഞാൻ സിമ്പിൾ മേക്കപ്പാണ് ഉദ്ദേശിച്ചത്. എൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്ക് ഞാനിടുന്നത് മാബ്ലിൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്കാണ്. ഇതാണ് ഞാൻ എപ്പോഴും റെഗുലർലി യൂസ് ചെയ്യുന്നതായാലും. പിന്നെ ഇത് വെച്ച് തന്നെയാണ് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ മുകളിലായാലും ഐഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അവയ്ക്കാണെങ്കിൽ പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആളെ റെഡിയാക്കിയിട്ട് മമ്മിയുടെ കൊടുത്തിരിക്കുവാണ്. ഒരു പൊട്ട് കൂടി എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ വെക്കാനും പറ്റുന്നില്ല. ലാസ്റ്റ് എൻ്റെ ക്ഷമ പോയി ഗൈസ്. ഇതെന്തോന്ന് സാധനം? ഇരുന്നു ഗൈസ് ഇരുന്നു. പിന്നെ ഐലൈനർ എഴുതി. മാമാർത്തിൻ്റെ ഐലൈനറാണ് എഴുതിയത്. കാജലൊന്നും ഇടുന്നില്ല ഗൈസ്. പിന്നെ കമ്മൽ വൈറ്റ് സ്റ്റോണിൻ്റെ. ഹെവി ആണോ എന്ന് ചോദിച്ചാൽ ഹെവി അല്ല, സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളും അല്ല. ആ ഒരു ടൈപ്പ് സ്റ്റോൺ വരുന്നൊരു ഇയറിങ്സാണ് ഇട്ടത്. ലുട്ടും ഞാനും സെയിം കോമ്പിനേഷൻ, അതായത് വയലറ്റ് കളർ വരുന്ന ഡ്രസ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ വൈറ്റ് ഷോൾ ഇടാമെന്നാണ് വിചാരിച്ചത്. കാരണം ലുട്ടുവിൻ്റെ ഡ്രസ്സിൽ വൈറ്റും ഉണ്ട് വയലറ്റും ഉണ്ട്. പിന്നെ എനിക്ക് വൈറ്റ് ഷാൾ ഇട്ടിട്ട് എനിക്ക് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ വയലറ്റ് ഷാൾ തന്നെ ഇട്ടു. ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത്. സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും കല്യാണത്തിന് പോവാം. കല്യാണ സ്ഥലത്തെത്തി. ഇതായിരുന്നു നമ്മുടെ ആലപ്പുഴ ബീച്ചിൻ്റെ അടുത്തായിട്ടായിരുന്നു റിസോർട്ട് വന്നിരുന്നത്. ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ചിക്കൻ സ്റ്റൂ ആണ്. പിന്നെ ബിരിയാണിയിലേക്ക് തിരിഞ്ഞു. ഓക്കെ, ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാനും മമ്മിയും പപ്പയും ബാബയും കൂടി തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗൈസ്.